നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് എപ്പോഴും ആ മൂല്യത്തെ ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ എന്തുകൊണ്ട് ബാധ്യസ്ഥരാകുന്നു എന്നുള്ളതിൻ്റെ കാര്യം ശബരിമല മാത്രമല്ല. നമ്മൾ പല ഉദാഹരണങ്ങൾ കേരളത്തിൽ കണ്ടല്ലോ. കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു അല്ലേ? ഈ ദേവസ്വം മന്ത്രിക്ക് തൊട്ടുകൂടായ്മ നേരിടേണ്ടി വന്നൊരു സന്ദർഭം മലയാളികൾ മറക്കാൻ പാടില്ലല്ലോ. പയ്യന്നൂർ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ എന്താ സംഭവിച്ചത്? വിളക്ക് താഴ്ത്തു വെച്ചു കൊടുത്തു. ദേവസ്വം മന്ത്രി കേട്ടോ കെ രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ തൊട്ടുകൂടാത്ത ഒരു സ്ഥിതി, അതായത് ആചാരത്തിൻ്റെ പേരിലാണത് പറയുന്നതെങ്കിൽ കൂടിയും നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും അത്തരത്തിലുള്ള തൊട്ടുകൂടായ്മകളും തീണ്ടിക്കൂടായ്മകളും ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു ഉദാഹരണമല്ലേ ഈ പറയുന്ന കെ രാധാകൃഷ്ണൻ അനുഭവിച്ച തൊട്ടുകൂടായ്മ. അദ്ദേഹം തന്നെ വളരെ വിഷമത്തോടുകൂടി അത് വെളിപ്പെടുത്തുകയാണല്ലോ ഉണ്ടായത്. അത് മാത്രമല്ലോ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ദുരഭിമാനക്കൊലകൾ ഉണ്ടാകുന്നു. ആ വിശദീകരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായ നിലപാട് രാധാകൃഷ്ണൻ അല്ലല്ല, അത് കെ രാധാകൃഷ്ണ നിലപാടാണ്. കെ രാധാകൃഷ്ണ നിലപാടാണ്. കെ രാധാകൃഷ്ണ പറയേണ്ടത്. ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ പോയിട്ട് അനുഭവിച്ചിട്ടില്ല. ഇത് കെ രാധാകൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഇങ്ങനെയാണ് സംഭവിച്ചത്. അക്കാര്യത്തിൽ ഞാൻ അവിടെ നിന്ന് തന്നെ പരസ്യമായി പ്രതിഷേധിച്ചു. ഞാൻ അതിന് നിന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞയാളാണ് കെ രാധാകൃഷ്ണൻ കേട്ടോ. ദേവസ്വം മന്ത്രിയുമായിരുന്നു. രാധാകൃഷ്ണ നിലപാടാണ് ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത്, എൻ്റെ നിലപാടല്ല. തന്ത്രി എന്ത് വിശദീകരിച്ചാലും രാധാകൃഷ്ണൻ ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ഞാൻ ആ രാധാകൃഷ്ണ നിലപാടിനോടൊപ്പമാണ് നിൽക്കുന്നത്. അദ്ദേഹത്തെയാണ് വിശ്വസിക്കുന്നത് ഈ കാര്യത്തിൽ. അങ്ങനെ രാധാകൃഷ്ണനോട് കാണിച്ച ഒരു മാനസികാവസ്ഥയുണ്ട്. അവിടെ തീരുന്നില്ല. ഞാൻ പറയാമെന്നേ, ദുരഭിമാനക്കൊലയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. പാലക്കാട് തെങ്കുറിശ്ശിയിൽ എന്താ സംഭവിച്ചത്? ഹരിത എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചതിന് 88ാമത്തെ വയസ്സിൽ അനീഷ് എന്ന് പറഞ്ഞ പിന്നാക്കക്കാരനെ തല്ലിക്കൊന്നു അല്ലേ? കോട്ടയത്ത് കെവിനെ തല്ലിക്കൊന്നു. എന്താ കാര്യം? പിന്നാക്കക്കാരൻ ദളിത് ക്രിസ്ത്യാനിയാണ്, മുന്നോക്ക ജാതിയിലുള്ള ഒരാളെ കല്യാണം കഴിച്ചു. ഇലന്തൂരിൽ എന്താ സംഭവിച്ചത്? ആളുകൾ അനാചാരവും അന്ധവിശ്വാസത്തിലും പെട്ടിട്ട് മനുഷ്യക്കുരുതി നടത്തി. ഏറ്റവും ഒടുവിൽ നെയ്യാറ്റിൻകരയിൽ എന്താ സംഭവിച്ചത്? ഒരാളെ സമാധി ഇരുത്തി ക്ഷേത്രം ഉണ്ടാക്കാൻ നോക്കി. നോക്കൂ, കേരളം, ആധുനിക കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഓർക്കണം. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. ജനങ്ങളെ ഉത്ഭുതരാക്കേണ്ടതുണ്ട്, ബോധവാന്മാരാക്കേണ്ടതുണ്ട്. നമുക്കിങ്ങനൊരു ചരിത്രമുണ്ട്, നമുക്കിങ്ങനൊരു പാരമ്പര്യമുണ്ട്, നമ്മളത് മഹാസമരങ്ങളുടെ ചരിത്രമാണ്. ആ രീതിയിലാണ് നമ്മൾ ആധുനിക സമൂഹമായിരിക്കുന്നതെന്ന് പറഞ്ഞു ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ടേ മതസ്പർദ്ധയാണ് ഉണ്ടാക്കുന്ന ഒരാൾ. അത് ചെറിയൊരു വീഴ്ചയല്ല.